വെൽക്കം ടു എ വി ടൈൽസ് ആൻഡ് സാനിറ്ററി കൊല്ലം. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ്. അതായത് സിറാമിക് ടൈൽ ഉപയോഗിക്കാമോ, സിറാമിക് ടൈൽ വെള്ളം പിടിക്കും എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അപ്പം ഈ ചോദ്യവും ഈ സ്റ്റേറ്റ്മെൻറ്റും ഇത് കേരളത്തിൽ അല്ലെങ്കിൽ ഈ സിറാമിക് ഇൻഡസ്ട്രി കേരളത്തിൽ വന്നിട്ട് ഇന്ന് ഏകദേശം 20 വർഷമായി. ഈ 20 വർഷത്തിൻ്റെ ഇടെ ഏറ്റവും സർപ്രൈസിങ് ആയിട്ട് വന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റും ഒരു ചോദ്യമാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സിറാമിക് ടൈൽ വേണ്ട, സിറാമിക് ടൈൽ വെള്ളം പിടിക്കും. 5 ഇയേഴ്സിൻ്റെ ഇടയിൽ ഇത് പറയാത്ത അല്ലെങ്കിൽ ഈ ഒരു വാക്ക് കേൾക്കാത്ത ഒരു കസ്റ്റമറും കേരളത്തിൽ നിന്നില്ല. സോ സിറാമിക് ടൈൽസ് വെള്ളം പിടിക്കും. സോ ഈ സിറാമിക് ടൈൽസ് വെള്ളം പിടിക്കും എന്ന ഒരു പേടി ഇത് എത്ര റെലവൻ്റ് ആണ്, ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ, ഇനി സത്യമുണ്ടെങ്കിൽ അത് നമ്മൾ പേടിക്കേണ്ട കാര്യമുണ്ടോ, പേടിക്കേണ്ട കാര്യമില്ലേ എന്നുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരവാണ് ഇന്നത്തെ ഈ ചെറിയ വീഡിയോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എൻ്റെ ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ എൻ്റെ ഒരു വിധി എന്ന് വേണം പറയാം. കാരണം വിധി എഴുതാൻ ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഈ ഫീൽഡിൻ്റെ തുടക്കം മുതൽ 12 കെട്ട് ടൈല് വന്ന കാലം മുതലേ ഞാൻ ഈ ഫീൽഡിൽ ആക്റ്റീവാണ്. സോ ഇതിൻ്റെ ഫുൾ മൂവ്മെൻറ്റ്, ഈ ഒരു പ്രോസസ്സ് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട. സോ ആദ്യം തന്നെ ഞാൻ പറയാം, ഈ സെറാമിക് ടൈലിനെ പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ സെറാമിക് ടൈൽ വെള്ളം പിടിക്കുമോ എന്ന ചോദ്യത്തിന് മറുപടി ഭയങ്കര കോംപ്ലക്സ് ആണ്. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ ഒപ്പീനിയൻ ഞാൻ അങ്ങ് പറയാം. സെറാമിക് ടൈൽ വെള്ളം പിടിക്കും, പക്ഷേ അത് ആർക്കും ദോഷം ചെയ്യത്തില്ല. സെറാമിക് ടൈൽ വെള്ളം പിടിക്കും, അത് ആർക്കും ദോഷം ചെയ്യത്തില്ലെങ്കിൽ പിന്നെ എന്തിനാണ് എല്ലാവരും പേടിക്കുന്നത്? ഈ നോഷൻ എവിടുന്ന് വന്നു? ജനറൽ പബ്ലിക്കിന് ഈ ഒരു ഐഡിയ എവിടുന്ന് വന്നു? ജനറൽ പബ്ലിക് എന്തുകൊണ്ടാണ് ഇതിനെ പേടിച്ച് തുടങ്ങിയത്? സോ അതിൻ്റെ മറുപടി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ആദ്യം നമ്മുടെ ഇവിടെ ഇറങ്ങിയത്, അതായത് 88 മുതൽ നമുക്ക് കജാരിയ തന്നെ മാർക്കറ്റിലുണ്ട്. 1988 മുതൽ ഇങ്ങോട്ട് ഒരു 2007 വരെ നമുക്ക് സിറാമിക് ടൈൽസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മാർക്കറ്റിൽ. അപ്പം 2007, അപ്പോൾ ഒരു നീണ്ട 20 വർഷം സിറാമിക് ടൈൽസ് മാത്രം മാർക്കറ്റിൽ ഉണ്ടായിരുന്ന ഒരു സാഹചര്യമായിരുന്നു. അന്നത്തെ പണിക്കാർക്ക് ഇത് വളരെ സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ആയിട്ട് അവർ ടൈല് ബോക്സ് രാവിലെ വരും, ബോക്സ് പൊട്ടിക്കും, വെള്ളത്തിലിടും, അത് മുക്കിയിടും, കുറേ ബബിൾസ് പോകും, എന്നിട്ട് ആ മുങ്ങിയ ടൈല് വെച്ച് അവർ വീട് മൊത്തം ഒട്ടിക്കും. സോ ആ വെള്ളത്തിൽ നനഞ്ഞ ടൈല് അവരെടുത്ത് സിമെന്റ് തേച്ച് അല്ലെങ്കിൽ ഗ്രൗട്ടിലിട്ട് അവർ വീട് മൊത്തം ഒട്ടിക്കും, ബാത്റൂം എല്ലാം ഒട്ടിക്കും. ഇത് വളരെ സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ആയിരുന്നു. 20 വർഷം ഇത് പോയി, ആർക്കും ഒരു ദോഷവും ഇത് ചെയ്തിട്ടില്ല. ഈ ടൈൽ ഡീലറായ എൻ്റെ വീട് പോലും സിറാമിക് ടൈൽ വെച്ചാണ് ബാത്റൂംസ് ചെയ്തേക്കുന്നത്, ഒരു വാട്ടർ പ്രൂഫിങ്ങും ഇല്ലാതെ. സോ ഇത്രയും കോൺഫിഡൻറ്റോടെ ഞാനിത് പറയുമ്പം എങ്ങനെ ജനറൽ പബ്ലിക് ഇതിനെ പേടിക്കാൻ തുടങ്ങി എന്നുള്ളതിൻ്റെ ആൻസറാണ് ഞാനീ പറയാൻ പോകുന്നത്. സോ 20 ഇയേഴ്സ് സിറാമിക് ടൈൽ ഓടി ഒരു സുപ്രഭാതത്തിൽ ചൈനയിൽ നിന്ന് വിട്രിഫൈഡ് ടൈൽസ് വരാൻ തുടങ്ങി. പക്ഷേ വിട്രിഫൈഡ് ടൈൽസ് വന്നത് ഏകദേശം 20% പ്രൈസ് ഹൈക്കോട് കൂടിയാണ്. അപ്പോൾ നിലവിൽ വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു സാധനത്തിനെക്കാട്ടിലും 20% റേറ്റ് കൂടിയ ഒരു പ്രൊഡക്റ്റ് വിൽക്കേണ്ടി വന്ന ഒരു സാഹചര്യം അന്നത്തെ സെയിൽസ്മാൻമാർക്കുണ്ടായി. അന്നത്തെ സെയിൽസ്മാൻമാരുടെ ഒരു ഡെമോഗ്രാഫിക്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് കൂടുതൽ ഈ ഫീൽഡിൽ ലേഡീസ് ആണ്, അതായത് ഫീമെയിൽ സ്റ്റാഫാണ് കടകളിൽ കൂടുതലുള്ളത് കമ്പയർഡ് ടു മെയിൽ സ്റ്റാഫ്. പക്ഷേ അന്ന് മെയിൽ സ്റ്റാഫിൻ്റെ ആധിപത്യമായിരുന്നു. 90% 99% ഈ ഫീൽഡിൽ മെയിൽ സ്റ്റാഫായിരുന്നു ഉണ്ടായിരുന്നത്. സോ മെയിൽ സ്റ്റാഫിന് ഞാൻ കുറ്റം പറയുമല്ല, പക്ഷേ മെയിൽ സ്റ്റാഫ് കുറച്ച് പ്രൊഫഷണലായി അല്ല കുറച്ചുകൂടെ കോമ്പറ്റീറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർ ചെറിയ മാനിപ്പുലേഷനൊക്കെ അവരുടെ വാക്കിനകത്തും പ്രവർത്തിക്കകത്തും ഒക്കെ നടത്തും. സോ ദിസ് ഈസ് എ ജനറൽ തിങ്. പക്ഷേ അതിനെ ആരും ദ്രോഹിക്കാനുള്ള ഒരു രീതിയിലല്ല അത് ചെയ്യുന്നത്, അവരുടെ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. സോ എവിടോ ഒരു നല്ല സ്മാർട്ടായിട്ടുള്ള സെയിൽസ്മാൻ അല്ലെങ്കിൽ കേരളം ഒടുനീളെ വളരെ സ്മാർട്ടായിട്ടുള്ള സെയിൽസ്മാൻമാർ നോക്കിയപ്പം കടയുടെ മുതലാളിമാർ കൊണ്ട് വിട്രിഫൈഡിൻ്റെ ലോഡ് കൊണ്ട് ഇറക്കി വെച്ചേക്കുന്നു, വിൽക്കാൻ പറയുന്നു. പക്ഷേ നിലവിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന മെറ്റീരിയലിനെക്കാട്ടിലും 20, 25, 30% റേറ്റ് കൂടിയ മെറ്റീരിയൽ എങ്ങനെ വിൽക്കും? സെറാമിക്കിൻ്റെ ലോഡ് ഇവിടെ വന്നിരിപ്പുണ്ട്. സോ അങ്ങനെ ഒരു കൂട്ടം സെയിൽസ്മാൻമാർ ഒരു സൈഡിൽ നിന്ന് പറഞ്ഞു തുടങ്ങിയാണ് വിട്രിഫൈഡ് എടുക്ക്, സെറാമിക് വെള്ളം പിടിക്കും. ദാറ്റ് വാസ് ദ ബിഗിനിങ് ഓഫ് ഇറ്റ്. ബട്ട് അതർവൈസ് ഞാൻ ഇതിനകത്ത് ഒരു ലോജിക്കും കാണുന്നില്ല. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ മനസ്സിലാക്കിയത് ഈ സെറാമിക് വെള്ളം പിടിക്കും എന്ന് പറയുന്ന ഒരു നോഷൻ വന്നത് സെറാമിക്കിനെക്കാട്ടിലും വില കൂടിയ ഒരു പ്രൊഡക്റ്റ് വിൽക്കാൻ ബാധ്യസ്ഥരായ സെയിൽസ്മാൻമാർ പതുക്കെ സെറാമിക്കിൻ്റെ സെയിൽ കുറയ്ക്കാൻ അല്ലെങ്കിൽ സെറാമിക് സെലക്ട് ചെയ്ത് നിന്ന കസ്റ്റമറിനെ കൊണ്ട് വിട്രിഫൈഡ് സെലക്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ആണ് ഇത് പറഞ്ഞു തുടങ്ങിയത്. സോ ഈ നോഷൻ്റെ ബിഗിനിങ് അവിടെ നിന്നാണ്. സോ ഇനി നമുക്ക് നോക്കാം ഇതിൻ്റെ റെലവൻസ് എന്തോ. അതായത് ശരിക്കും സെറാമിക് ടൈല് വെള്ളം പിടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും സംഭവിക്കുമോ, അല്ലെങ്കിൽ സെറാമിക് വെള്ളം പിടിച്ച് എന്തുവാണ് ചെയ്യുന്നത്, സെറാമിക് വെള്ളം പിടിച്ചിട്ട് എന്ത് ചെയ്യും, അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കുമോ എന്തോ. സോ അതിൻ്റെ ആൻസർ വളരെ സിമ്പിളാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് ഒരു ഫുൾ ബോഡി ടൈലാണ്. സോ ടെറാസോ ശരാശരി 4x2 ടൈൽ ഒരു 100-110 രൂപയ്ക്ക് വിൽക്കുന്ന ഒരു വിട്രിഫൈഡ് ടൈലാണിത്. സോ 7.5 mm തിക്നെസ് ഉണ്ട്. ഫുൾ വിട്രിഫൈഡ് സ്റ്റീൽ പോലത്തെ ഗ്ലാസ് പോലത്തെ സാധനമാണ്. ഇതിന് നമ്മൾ ഒരു എത്ര നാളും ഇതിനെ ഒരു ബക്കറ്റ് വെള്ളത്തിനകത്ത് മുക്കിയാലും കമ്പനി അവകാശപ്പെടുന്നതിൻ്റെ 0.05% ലെയറിലോട്ട് വെള്ളം കയറത്തുള്ളൂ. അതിനകത്തോട്ട് ഒരിക്കലും വെള്ളം പെനിട്രേറ്റ് ചെയ്യത്തില്ല. സോ വിച്ച് ഈസ് ഫൈൻ. അപ്പം ഓക്കെ, നമ്മളെല്ലാം. പക്ഷേ ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞു 110 രൂപ സ്ക്വയർ ഫീറ്റ് ആണ്. എൻ്റെ ചുറ്റും ഈ കാണുന്ന ടൈൽസ്, ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ടൈൽസ് എല്ലാം സ്പെയിനിൽ നിന്ന് അല്ലെങ്കിൽ ഇറ്റലിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ഒരു ടൈലാണ്. ഇത് ഞങ്ങളുടെ കിച്ചൻ്റെ ഡാഡോ അല്ലെങ്കിൽ അതേപോലത്തെ
ചെറിയ ഏരിയാസ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈൽസിന്റെ ഒരു കളക്ഷൻ പോയിന്റിലാണ് ഞാൻ നിൽക്കുന്നത്. സ്പെയിനിൽ നിന്നും ഇറ്റലിയിൽ നിന്നും വന്ന ഈ ടൈൽസ് ഇതെല്ലാം സിറാമിക് ടൈൽസ് ആണ്. ഇതെല്ലാം സിറാമിക് ടൈൽസ് ആണ്. ഇതെല്ലാം ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇത് വെള്ളത്തിൽ 20 മിനിറ്റ് മുക്കി ഇടേണ്ടതുണ്ട്. അപ്പോൾ സ്പെയിനിൽ നിന്നും ഇറ്റലിയിൽ നിന്നും ഈ മെയ് മാസം 2025 വന്ന ടൈൽസ് ആണ് ഇതിൽ കൂടുതലും ഇതിനകത്ത്. കാരണം റീസെന്റ് ഞങ്ങൾ ഇത് അപ്ഡേറ്റ് ചെയ്തായിരുന്നു. ഈ ടൈൽസിന്റെ വില എന്ന് പറയുന്നത് 170 രൂപ സ്ക്വയർ ഫീറ്റ് ആണ് ഇവിടുത്തെ സെല്ലിംഗ് പ്രൈസ്. 170 രൂപ സെല്ലിംഗ് പ്രൈസ് ആണ്. ഫുൾ വിട്രിഫൈഡ് ടെറാസോ ടൈലിന് 110 രൂപ സ്ക്വയർ ഫീറ്റ് സെല്ലിംഗ് പ്രൈസ് ആണ്. സിറാമിക് ടൈൽസ് 170 രൂപ സെല്ലിംഗ് പ്രൈസിന് നല്ല രീതിയിൽ ഇവിടെ നിന്ന് മൂവ് ആവുന്നുണ്ട്. വളരെ നല്ല ഹാപ്പി കസ്റ്റമേഴ്സ് ഞങ്ങൾക്കുണ്ട്. ഒട്ടിച്ചവർ എല്ലാവരും വളരെ ഹാപ്പിയാണ്. കാരണം വേറെ ഒന്നുമല്ല, ഈ ടൈലിന്റെ ഗ്ലേസ് ഫിനിഷും ഇതിന്റെ ബോഡിയുടെ തിക്നെസ്സും ഇതിന്റെ ടോട്ടലുള്ള ക്വാളിറ്റി, സിൻസ് ഇറ്റ് ഈസ് ഇമ്പോർട്ടഡ് ഫ്രം എ ബെറ്റർ കൺട്രി, ഫ്രം എ മോർ സൊഫിസ്റ്റിക്കേറ്റഡ് കൺട്രി, അല്ലെങ്കിൽ കുറച്ചുകൂടെ പണം ചിലവാക്കുന്ന ആൾക്കാരുള്ള കൺട്രിയിൽ നിന്ന് വന്നുകൊണ്ട് കുറച്ചുകൂടെ ക്വാളിറ്റി കൂടുതലായി ടൈലിന്. സോ ദർ ആർ ലോട്ട് ഓഫ് ടേക്കേഴ്സ്, അമേസിംഗ് ടൈൽസ്. ഇത് സിറാമിക് ആണ്. സിറാമിക് നമ്മൾ ടൈല് വെള്ളത്തിനകത്ത് മുക്കി അതിന്റെ ബോഡിയാണ് വെള്ളം പിടിക്കുന്നത്, അതിന്റെ പുറവശം. ഈ നമ്മൾ ഈ കാണുന്ന ഗ്ലേസ് സൈഡ് ഒരിക്കലും വെള്ളം പിടിക്കത്തില്ല. ഞാൻ ഇതിനകത്ത് 1 ലിറ്റർ വെള്ളം ഇതിനകത്തൊരു ബണ്ട് ഉണ്ടാക്കിയിട്ട് അതിന്റെ പുറത്ത് 1 ലിറ്റർ വെള്ളം ഞാൻ ഇനി എത്ര നാൾ, ഒരാഴ്ച കഴിഞ്ഞാലും ഈ ഗ്ലേസിനകത്തു നിന്ന് ഒരു ശകലം പോലും വെള്ളം ഇവാപ്പറേറ്റ് ചെയ്ത് പുറത്തോട്ട് പോകുന്നതല്ലാതെ ഈ ഗ്ലേസിനകത്തോട്ട് പോകത്തില്ല. സോ എപ്പോഴും ഈ ബാക്ക് സൈഡ്, ഈ ടൈലിന്റെ ബാക്ക് സൈഡ് ഞാൻ ക്ലിയർ ആയിട്ട് കാണിക്കാം. സോ ഇത് ടൈമെക്സിന്റെ ഒരു ടൈലാണ്. ഈ ബാക്ക് സൈഡ് ഇത് സിറാമിക്ക. ഈ സൈഡ് മൊത്തം വെള്ളം പിടിക്കും. ഈ വെള്ളം പിടിക്കുന്നത് ആക്ച്വലി നല്ലതാണ്. വിട്രിഫൈഡ് ടൈല് ഇവിടുന്ന് വെള്ളം പിടിക്കത്തില്ല. സോ വിച്ച് മീൻസ് വിട്രിഫൈഡ് ടൈല് പേസ്റ്റുമായിട്ട് ഭിത്തിയിൽ ഒട്ടണമെങ്കിൽ അതിനകത്ത് ടോട്ടൽ അതിന്റെ അദേഷൻ വരുന്ന സർഫേസിൽ മാത്രമാണ്. സർഫേസിൽ അദേസീവ് പിടിച്ചിരിക്കുന്ന പിടുത്തം മാത്രമേ ഉള്ളൂ. പക്ഷെ സിറാമിക് ടൈലിനകത്ത് വെള്ളം കയറുമ്പോൾ അതിനകത്ത് കാപ്പിലറി എഫക്റ്റ് എന്ന് പറയുന്ന ഒരു എഫക്റ്റും കൂടെ പ്രൊഡ്യൂസ് ആവും. അപ്പം കാപ്പിലറി എഫക്റ്റ് എന്തുവാന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, വീഡിയോ ഓൾറെഡി ലോങ് ആയി. കാപ്പിലറി എഫക്റ്റ് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ സെർച്ച് ചെയ്തു. കാപ്പിലറി എഫക്റ്റ് പ്രൊഡ്യൂസ് ആവുമ്പോൾ കാപ്പിലറി എഫക്റ്റ് വരുന്നതുകൊണ്ട് ഇനി നനച്ച് കുതിർത്തെടുത്ത ഈ ടൈലിന്റെ പുറത്ത് നമ്മൾ സിമെന്റോ അല്ലെങ്കിൽ ടൈൽ അദസീവോ തേക്കുമ്പം ആ സിമെന്റിന്റെ ഒരു ചെറിയൊരു അംശം, അല്ലെങ്കിൽ ആ ടൈൽ അദസീവിന്റെ ഒരു ചെറിയൊരു അംശം ഈ ടൈലിന്റെ ഉള്ളിലോട്ട് കയറി ചെല്ലും. സോ ആ കയറി ചെല്ലുന്നത് ശരിക്കും ഒരു മരത്തിന്റെ വേര് മണ്ണിനകത്തോട്ട് പോകുന്ന ഒരു എഫക്റ്റ് ആണ്. സോ എഫക്റ്റീവ്ലി വെള്ളം പിടിച്ച സിറാമിക് ടൈല് എന്തും കൊണ്ടും വിട്രിഫൈഡ് ടൈലിനെക്കാട്ടിലും നല്ലതാണ്. സിറാമിക് ടൈലിനെ നിങ്ങൾ പേടിക്കേണ്ട കാര്യമേ ഇല്ല. ഈ പ്രൊഡക്റ്റിൽ ഇത്രയും വിശ്വാസം ഉള്ളതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ കജാരിയ പോലത്തെ ഒരു വലിയ കമ്പനി ഇന്നും സിറാമിക് ലൈൻ തുടരുന്നുണ്ട്. അവിടെ ഗ്രസ്റ്റഫ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് സെമി വിട്രിഫൈഡ്. അത് വെള്ളത്തിനകത്ത് മുക്കേണ്ട കാര്യമില്ല. പക്ഷെ വാഷ് ചെയ്ത് എടുക്കുവാണെങ്കിൽ അത് കജാരിയുടെ മറ്റ് പ്രൊഡക്ട്സിനെക്കാട്ടിലും കൂടുതൽ ബെറ്റർ ആയിട്ട് ഭിത്തിയിൽ ഒട്ടി നിൽക്കും. അതേപോലെ സൊമാനിക്കും ഒരു സിറാമിക് ലൈൻ ഉണ്ട്, AGL ഒരു സിറാമിക് ലൈൻ ഉണ്ട്. സിംബോളോടെ കാര്യം എനിക്ക് അറിയത്തില്ല മറ്റ് കമ്പനി, പക്ഷേ മേജർ കമ്പനീസ് എല്ലാം സിറാമിക്. നിറ്റ്കോ ഈസ് എ ലീഡർ ഇൻ സിറാമിക് പ്രൊഡക്ട്സ്. നിറ്റ്കോ പോലത്തെ ഒരു വലിയൊരു കമ്പനി, നിറ്റ്കോ പോലെ ആർക്കിടെക്ട്സ് ഇത്രയും പ്രിഫർ ചെയ്യുന്ന ഒരു കമ്പനി, അവരുടെ പ്രൊഡക്ട്സിൽ അല്ലെങ്കിൽ പോപ്പുലർ ആയിട്ടുള്ള പ്രൊഡക്ട്സിന്റെ പകുതി കൂടുതൽ പ്രൊഡക്ട്സും സിറാമിക് ടൈൽസ് ആണ്. അപ്പോൾ സിറാമിക് നിറ്റ്കോയുടെ ഒരു സിറാമിക് ഒന്നുകൊന്ന് സൈസ് ഫ്ലോർ ടൈലിന് 70 രൂപ സ്ക്വയർ ഫീറ്റ് ആണ് കോസ്റ്റ്. വിട്രിഫൈഡിനെ നമ്മൾ ഇത്രയും പുകഴ്ത്തി ഇത്രയും പൊക്കി പറയുമ്പോൾ സിറാമിക് എങ്ങനെയാണ് ഇത്രയും കൂടിയ വിലയ്ക്ക് വിൽക്കാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിറാമിക്കും വിട്രിഫൈഡും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. സിറാമിക് ടൈൽസ് വളരെ കോസ്റ്റ് എഫക്റ്റീവ് ടെക്നോളജിയാണ്. ആര് ബിസിനസ് ചെയ്താലും എല്ലാവരും ലാഭം നോക്കിയാണ് ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കമ്പനി ടൈൽ ഉണ്ടാക്കാൻ ഇരിക്കുമ്പോൾ സിറാമിക് ബോഡി പ്രിപ്പയർ ചെയ്യാൻ അവർക്ക് വിട്രിഫൈഡ് ബോഡിയെക്കാട്ടിലും ചെലവ് കുറവാണ്. അപ്പോൾ അവർ എന്തുകൊണ്ട് ഇതിനകത്ത് ലാഭം കൂട്ടി എടുക്കത്തില്ല? എൻഡ് യൂസറിന് നഷ്ടമൊന്നും ഇല്ലെങ്കിൽ പിന്നെ ഇവർ സിറാമിക് ബോഡി ഉണ്ടാക്കുന്നതിൽ എന്താണ് തെറ്റ്? സോ ഗൈസ്, ഈ വീഡിയോ ഞാൻ ഇവിടെ ഇപ്പം ക്ലോസ് ചെയ്യാം. ഈ ടൈൽ നമുക്ക് തിരിച്ചു വെക്കാം. ഐ ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. സിറാമിക് വെള്ളം പിടിക്കും, പിടിച്ചോട്ടെ. വിട്രിഫൈഡ് വെള്ളം പിടിക്കത്തില്ല, പിടിക്കാതിരിക്കട്ടെ. നിങ്ങൾക്ക് 2 പ്രൊഡക്റ്റും യൂസ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. സിറാമിക് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു 10 മുതൽ 20 മിനിറ്റ് വെള്ളത്തിനകത്ത് മുക്കി വെക്കണം. മുക്കി വെച്ചിട്ട് നിങ്ങൾ ഒട്ടിക്കുമ്പം വിട്രിഫൈഡിനെക്കാട്ടിലും നല്ല അദേഷൻ അതിനായിരിക്കും. ഒട്ടിയ സിറാമിക് ടൈൽ, ഈ കാണുന്ന എല്ലാം സിറാമിക് ടൈൽസ് ആണ്. ഈ ഒട്ടിയ സിറാമിക് ടൈല് ഒരിക്കലും ഒരിടത്തു നിന്നും ഒരു തുള്ളി പോലും വെള്ളം പിടിക്കത്തില്ല. അത് നിങ്ങളുടെ ഭിത്തിയിലോട്ട് പാസ് ചെയ്ത് കൊടുക്കത്തുമില്ല. ഇവർക്ക് സ്വന്തമായിട്ട് തലച്ചോറില്ല. ഇവർ ചിന്തിച്ച് ആലോചിച്ച് നിങ്ങളെ ദ്രോഹിക്കത്തില്ല. ആപ്ലിക്കേഷൻ കറക്റ്റ് ആണെങ്കിൽ അബ്സല്യൂട്ട്ലി സേഫ് ആണ്. ഒന്നും കൂടെ പറയാം, ഈ കാണുന്ന ടൈൽസ് 2 ഇതെല്ലാം സ്പെയിനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത, ഇറ്റലിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ്. 170 റുപ്പീസ് ആണ് ഇതിന്റെ സെല്ലിംഗ് പ്രൈസ്. ആൻഡ് ദീസ് ആർ ഓൾ സിറാമിക്. സോ ഇനി ഒരു കടയിൽ പോയി നിങ്ങൾ പറയുമ്പോൾ ഒരു പ്രാവശ്യം ആലോചിക്കണം. സിറാമിക് വെള്ളം പിടിക്കും, പിടിക്കാതിരിക്കും, ഇറ്റ് ഡസന്റ് മാറ്റർ. നിങ്ങൾ ഇഷ്ടമുള്ള ടൈല് സെലക്ട് ചെയ്യുക. സിറാമിക് ആണ് നിങ്ങളെ അറിയിച്ചിരിക്കണം ഡീലർ, അത്രേ ഉള്ളൂ കാര്യം. അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ നല്ല രീതിയിൽ അതിനെ വാഷ് ചെയ്ത് ഒട്ടിക്കാൻ ശ്രമിക്കുക. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. അടുത്ത എപ്പിസോഡിൽ വീണ്ടും ഇതേപോലെ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ കണ്ടന്റുമായിട്ട് വരാം. അതുവരെ കീപ് ഷെയറിംഗ്, കീപ് ലൈക്കിംഗ് ആൻഡ് കീപ് കമന്റിംഗ് ഓൺ അവർ വീഡിയോസ് ആൻഡ് താങ്ക്സ്.